ഇന്ന് ഞാനും കുഞ്ചും കൂടെ അലൻസൊള്ളിയിൽ പോവുകയാണ്. പോകുന്നത് എനിക്ക് തലേ ദിവസം ഇടാനും പിന്നെ അതിന് മുന്നേ ദിവസം ബ്രൈറ്റ് ടു ബി ഫംഗ്ഷനുണ്ട്. അപ്പം അതിന് ഇടാൻ വേണ്ടിയാണ്, ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ട്രിവാൻഡ്രം അലൻസൊള്ളിയിലാണ്. എനിക്ക് എവിടെ നിന്ന് എടുത്താലും ഒരു തൃപ്തി വരില്ല. ഈ അലൻസൊള്ളിയിൽ എടുക്കുമ്പോഴാണ് എനിക്ക് കറക്റ്റ് ഒരു തൃപ്തി വരുന്നത്. അങ്ങനെ അലൻസൊള്ളിയിൽ എടുക്കാമെന്ന് വിചാരിച്ചത്. കുറേ നാളുകൾക്ക് ശേഷമാണ് അലൻസൊള്ളിയിൽ പോകുന്നത്. അതായത് ഈ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ പിന്നെ അങ്ങനെ പോയിട്ടില്ല. പിന്നെ അപ്പോഴൊക്കെ സ്റ്റുഡിയോ ഒക്കെ വന്ന സമയത്ത് അവിടെ നിന്നാണ് കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും അലൻസൊള്ളിയിലേക്ക് പോകുന്നത്. കല്യാണത്തിന് മുമ്പ് ഞാൻ സ്ഥിരം അലൻസൊള്ളി ഫാൻ തന്നെ ആയിരുന്നു. പിന്നെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇട്ടു. പിന്നെ ഇപ്പോൾ വീണ്ടും അലൻസൊള്ളി പോകാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മൾ പുളിമൂടുള്ള അലൻസൊള്ളിയിലാണ് ഞാനും കുഞ്ചും പിന്നെ നമ്മുടെ ഓട്ടമാവനും മലക്കോണത്തുള്ള മാവനും കൂടെ ആയിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ അലൻസൊള്ളിയിലിട്ട് ആദ്യം ഈ ഓഫ് വൈറ്റ് ഷർട്ടാണ് നോക്കിയത്. അത് കഴിഞ്ഞ് അവിടെയുള്ള ഷർട്ടുകളുടെ വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമാണ് ഇവിടെയുള്ള ഷർട്ടുകൾ. ഒരുപാടില്ലെങ്കിലും പക്ഷേ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല അടിപൊളി ഷർട്ടുകളാണ്. അതിൽ പ്രിൻറ്റഡ് ഷർട്ടുകളുണ്ട്, പിന്നെ ഒറ്റ കളർ ഡ്രസ്സുകൾ ഷർട്ടുകളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും അവൈലബിൾ ആണ്. അതുപോലെ കറക്റ്റ് ഫിറ്റിങ്സ് ആയിരിക്കും. നമ്മൾ ബാക്കി ഷോപ്പുകളിൽ നിന്ന് എടുക്കാൻ നേരം ചിലപ്പോൾ ഒന്നിൽ അത് വലുതായി പോവും, അല്ലെങ്കിൽ ഒന്നിൽ ചെറുതായി പോവും, ഒന്നിൽ കറക്റ്റ് സൈസ് കിട്ടില്ല. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ഈ അലൻസൊള്ളിയിൽ നിന്ന് എടുക്കാൻ നേരം കണ്ട ഈ ഷർട്ടൊക്കെ കണ്ടില്ലേ, കറക്റ്റ് ഫിറ്റിങ്സ് ആയിട്ട് എനിക്ക് കിട്ടുവേ. അങ്ങനെ ഷർട്ട് കിട്ടിയതിൻ്റെ സന്തോഷമാണ് മുഖത്ത്. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാട് എടുത്തേ. അതിൽ നല്ലൊരു ഫോട്ടോ നോക്കി ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ആക്കിയിട്ടുണ്ടേ. അങ്ങനെ ഈ ഒരു ഷർട്ട് നോക്കി പക്ഷേ എടുത്തിട്ടില്ല. കാരണം അത് ബ്ലാക്ക് ഷർട്ട് കുറച്ച് ഒരു വയറൊരു പിടുത്തം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് എടുത്തില്ല. ബാക്കി വെള്ള, പിന്നെ ഒരു ഓറഞ്ച്, പിന്നെ ഒരു ഗ്രീന് വിട്ടൊരു കളിയില്ലല്ലോ. അങ്ങനെ ഈ 3 ഷർട്ടാണ്. അങ്ങനെ ശരിക്കും ഇവിടെ നിന്ന് എടുക്കാൻ നേരം എൻ്റെ മുഖത്ത് ഇങ്ങനെ കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര സന്തോഷവും ഹാപ്പിനെസ്സും. കാരണം കറക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഫിറ്റായി കിടക്കുന്ന രീതിയിലുള്ള അളവിനുള്ള ഷർട്ട് എനിക്ക് ഇവിടെ വന്നാൽ കറക്റ്റ് കിട്ടും. എനിക്ക് എപ്പോഴും ഇവിടെ നിന്ന് ഷർട്ടും പാൻറ്റൊക്കെ എടുക്കാൻ നേരം വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ്. കാരണം പിന്നെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അങ്ങനെ നമ്മൾ 3 ഷർട്ട് എടുത്തു. 3 ഷർട്ട് എടുത്ത സമയത്ത് കുഞ്ചുവിന് ഒരു ബാഗും കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഫ്രീ ആയിട്ട്. കാരണം ഇത്രയും രൂപയ്ക്ക് പർച്ചേസ് ചെയ്തതുകൊണ്ട് ഒരു ബാഗും കിട്ടി. അങ്ങനെ നമ്മൾ ഷർട്ടെല്ലാം വാങ്ങിച്ച് തിരിച്ച് ഹോട്ടലിൽ കയറി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഏകദേശം 9 മണിയൊക്കെ അടുപ്പിച്ചായി, 8:30-9 മണി അടുപ്പിച്ചായി. അങ്ങനെ നമ്മൾ അരുൾജ്യോതി എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിന് ഓപ്പോസിറ്റുള്ള വെജിറ്റേറിയൻ ഹോട്ടലിലാണ് വന്നത്. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. മഷ്റൂം ബിരിയാണിയാണ് കഴിച്ചത്, ഞാൻ മസാല ദോശ, പിന്നെ മാമ ഒരു ചായ വടയും മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുഞ്ചുവിന് വീണ്ടും വെള്ളം ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 2 സോഡ നാരങ്ങ വാങ്ങിച്ച് കുടിച്ച്. അങ്ങനെ സോഡ നാരങ്ങ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. വീഡിയോ ഇഷ്ടപ്പെട്ട സബ് അടിക്കാൻ മറക്കല്ലേ.